ഹലോ, വെൽക്കം ബാക്ക്. 10ാം ക്ലാസ്സിലെ ഐ.ടിയിലെ തിയറിയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾ ബാക്കി ചോദ്യങ്ങളും തിയറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. ഇംഗ്ലീഷ് ചോദ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ കുറച്ച് മലയാളം ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് ചോദ്യങ്ങൾ കണ്ടിട്ട് മലയാളം മീഡിയം ഓടിപ്പോവേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഇതിലെ പല ചോദ്യങ്ങളും മലയാളത്തിലും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, വീഡിയോയിലേക്ക്. Look at the images given below. Which option in the path menu of Inkscape software should be used to change the circles in image A as in image B? ഈ ഇമേജ് എയിലുള്ള ചിത്രത്തെ ഇതേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഏത് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം, നമുക്ക് പരിചയമുള്ളത് തന്നെയാണ്. ഇവിടെ 2 സർക്കിൾ വരച്ചു, എന്നിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഭാഗം മുറിഞ്ഞു പോയല്ലേ, അതെന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാത്തിൽ ഡിഫറൻസ് കൊടുത്തത് കൊണ്ടാണ്. The right answer is പാത്തിൽ ഡിഫറൻസ്. Which part of the shape drawn in Inkscape is called a stroke? Stroke എന്ന് വിളിക്കുന്നത് ഏതിനെയാ? ഷേപ്പ്, ഔട്ട്ലൈന്, ഗ്രേഡിയന്റ്, കളർ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ആണ്. ഈ ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളും ഒന്ന് ഇതിന്റെ ഉത്തരം ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. When creating a square using Python graphics, which of the following statement should be given to make the square red in color as shown in the figure? ഇവിടെ കളർ എന്ന് കൊടുത്ത് ബ്രാക്കറ്റിനകത്ത് ഡബിൾ ക്വാഡ്സ് ഇട്ടിട്ട് റെഡ്, ഇങ്ങനെയാണോ കൊടുക്കേണ്ടത്? ഇതേപോലെയാണോ കൊടുക്കേണ്ടത്? ഇങ്ങനെ ബ്രാക്കറ്റ് ഇല്ലാതെ ഇതേപോലെ കൊടുക്കണോ? ബ്രാക്കറ്റ് ഇല്ലാതെ വെറും ഡബിൾ ക്വാഡ്സിൽ കൊടുക്കണോ? ഏതാ ശരിയായിട്ടുള്ളത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് ഇവിടെ ഒരു സ്റ്റാർ കൊടുത്തു. ഫോർ ഐ ഇൻ റേഞ്ച് 3, ഫോർവേഡ് 100, ലെഫ്റ്റ് 120. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ എബോവ് പൈത്തൺ പ്രോഗ്രാം? നമുക്കൊന്ന് നോക്കി നോക്കാം. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ടേർട്ടിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ ഐ ഇൻ റേഞ്ച് 3. ഓക്കെ, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, ഇത് 3 തവണ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരത്തിൽ 4 ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ലൂപ്പായിട്ടാണ് ഇതുള്ളത് അല്ലേ. അപ്പോൾ ഈ ഫോർവേഡ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ 100 യൂണിറ്റിൽ ഒരു ലൈൻ വരയ്ക്കും, എന്നിട്ട് 120 ഡിഗ്രി അഥവാ 120 ഡിഗ്രി ടേൺ ചെയ്യും. എങ്ങോട്ടേക്ക്? ലെഫ്റ്റ് ഭാഗത്തേക്ക്. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരച്ച് അത് അങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് നിൽക്കും. വീണ്ടും 3 തവണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ലൈന് വരച്ചു, എന്നിട്ട് 120 ഡിഗ്രി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ടേൺ ചെയ്തു, എന്നിട്ട് വീണ്ടും ഒരു ലൈന് വരച്ചു, വീണ്ടും ടേൺ ചെയ്തു. അങ്ങനെ 1 2 3 എന്ന് പറയുമ്പോൾ അതെന്താ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അഥവാ സമഭുജ ത്രികോണമായിരിക്കും. When an index table was added to a project report prepared in LibreOffice Writer, one heading in the report was not added to the table. What could be reason for that? എന്തുകൊണ്ടാണ് ആ ഒരു ഹെഡിങ് ആ ഒരു ടേബിളിൽ വരാഞ്ഞത്, ഇൻഡെക്സ് ടേബിളിൽ വരാഞ്ഞത്? റീസൺ എന്താ? ഓൺലി ദാറ്റ് ഹെഡിങ് വാസ് നോട്ട് ഗിവൺ ഇൻ ദ സൂട്ടബിൾ സ്റ്റൈൽ. കാര്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി. അതെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും. കാരണം ഹെഡിങ്ങിനൊക്കെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റൈലുകൾ കൊടുക്കുന്നുണ്ട്. ആ സ്റ്റൈലുകളെ മനസ്സിലാക്കിയിട്ടാണ് സോഫ്റ്റ്വെയർ നമുക്ക് ഇൻഡെക്സ് ടേബിൾ തയ്യാറാക്കി തരുന്നത്. ആ ഒരു ഹെഡിങ്ങിന് മാത്രം ആവശ്യമായിട്ടുള്ള സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. A table of content was added using the table of content and index technique to the report prepared using LibreOffice Writer. It was exported to PDF. അത് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്തു. After opening the PDF, what should be done to go from a heading in the table of content to the page containing that heading? നമ്മൾ LibreOffice Writer ഉപയോഗിച്ചിട്ട് ടേബിൾ ഓഫ് കണ്ടന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് തയ്യാറാക്കി. ഓക്കെ, എന്നിട്ട് നമ്മളത് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്തു. അവിടെ ശ്രദ്ധിക്കേണ്ട വേർഡ് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. PDF ആയി എക്സ്പോർട്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ടേബിളിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ ഒരു ഹെഡിങ് ഉള്ള പേജിലേക്ക് പോകാൻ പറ്റും. എങ്ങനെയാണ്? അതിന് റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഹെഡിങ് ആണോ, ക്ലിക്ക് ഓൺ ദ ഹെഡിങ് ആണോ, ഹോൾഡ് കൺട്രോൾ കീ ക്ലിക്ക് ഓൺ ഹെഡിങ് ആണോ, ഹോൾഡ് ഷിഫ്റ്റ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ഹെഡിങ് ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ക്ലിക്ക് ഓൺ ഹെഡിങ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ LibreOffice റൈറ്ററിൽ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഫയലിൽ നിങ്ങൾ ആ ഫയലിനെ PDF ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ടേബിൾ ഓഫ് കണ്ടന്റിൽ ക്ലിക്കാണ് ചെയ്യേണ്ടത്. ടേബിൾ ഓഫ് കണ്ടന്റിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹെഡിങ്ങുള്ള പേജിൽ ആ ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റും. അല്ല, നിങ്ങൾ LibreOffice റൈറ്ററിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ടേബിൾ ഓഫ് കണ്ടന്റിൽ ആവശ്യമായിട്ടുള്ള ഹെഡിങ്ങിന് നേരെ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ. PDF ആക്കിയിട്ടാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. Who introduced the concept of cascading style sheet in web page designing? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാക്കോൺ വ്യാംലിയും ബേർഡ് ബോസും. CSS എന്ന് പറയുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇവർ 2 പേരും ചേർന്നിട്ടാണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് IP അഡ്രസ് ആസ് പെർ IPv4? IPv4 ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 4 പാർട്ട് ഉണ്ടാവും എന്നറിയാം. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 4 പാർട്ട് ഉണ്ടാവണം. അതിനെ ഡോട്ട് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിലെ ഓരോ പാർട്ടിലും 0 മുതൽ 255 വരെയുള്ള ഏത് സംഖ്യ വേണമെങ്കിലും വരാം. അതിൽ കൂടാനൊന്നും പാടില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാ ഇതിൽ കൂടിയല്ലേ 291 അപ്പോൾ ഇത് പറ്റില്ല. ഇത് നോക്കാം, ഇവിടെ 275 ഉണ്ട്, അത് പറ്റില്ല. 255 വരെ മാത്രമേ പാടുള്ളൂ. ഇവിടെ അങ്ങനെ അതിന് മുകളിൽ ഒരു സംഖ്യ ഒന്നുമില്ല, അല്ലെ 255 മുകളിലുള്ള ഒരു സംഖ്യ ഇല്ല. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് വെരി ഷോർട്ട് ആൻസർ ആണ്. ഇവിടെ 2 ഓപ്ഷൻ ശരിയായിട്ടുണ്ടാവും, അത് സെലക്ട് ചെയ്യണം. വാട്ട് ആർ ദ വേസ് ടു റിമൂവ് ദ കളർ ഓഫ് എൻ ഒബ്ജക്ട് ക്രിയേറ്റഡ് ഇൻ ഇങ്ക്സ്കേപ്പ്? അതിൽ ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, ഇത്രയും ശ്രദ്ധിക്കണ്ടു. ക്ലിക്ക് ഓൺ ദ എക്സ് നിയർ ടു ദ കളർ പാലറ്റ്. കളർ പാലറ്റിന്റെ ഇവിടെയായിട്ട് എക്സ് പോലുള്ള ഒരു ചിഹ്നം കാണാം, അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റിന്റെ കളർ റിമൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ കളർ നോ പെയിന്റ്, ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിലെ ഫിൽ ടാബിലെ നോ പെയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടും ഒബ്ജക്റ്റിന്റെ കളർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. The image shows a red equilateral triangle created in Python graphic. Which of the following instruction can be used to color the triangle in the program prepared for this purpose? ഇതിൽ ഏതാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക? 2 എണ്ണം ഉണ്ട്, അപ്പോൾ 2 എണ്ണം ശരിയാണ്. നമുക്ക് നോക്കാം. കളർ റെഡ്, ഇത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, പെൻ കളർ എന്ന പാർട്ടും റെഡ് കൊടുത്താലും നമുക്ക് അതും ശരിയായിട്ട് കിട്ടും. ഓക്കെ, the heading 1 style in the style box is applied to the selected words in the report prepared in LibreOffice Writer. If so, which following is correct? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. Selected words are defined as heading. Yes, heading 1 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്തിരിക്കുന്ന വേർഡ്സുകൾ ഹെഡിങ് ആയിട്ട് ഡിഫൈൻഡ് ആവും. ഓക്കെ, അത് ശരിയാണ്. ദെൻ വേർഡ്സ് ഗെറ്റ് ഓൾ ദ ഫോർമാറ്റിംഗ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റൈൽ ഹെഡിങ് 1. ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈലുള്ള എല്ലാ ഫോർമാറ്റിങ്ങും ആ വേർഡ്സിന് കിട്ടും. അപ്പോൾ അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ആൻസർ. LibreOffice റൈറ്ററിൽ തയ്യാറാക്കിയ സ്കൂൾ റിപ്പോർട്ടിലെ എല്ലാ ശീർഷകങ്ങൾക്കും ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകി. പിന്നീട് ഈ സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ആ മാറ്റങ്ങൾ ഡാഷ് നാം സെലക്ട് ചെയ്യുന്ന ശീർഷകങ്ങൾക്കും മാത്രം വരുന്നു. ഹെഡിങ് 1 എന്ന സ്റ്റൈൽ ഉപയോഗിച്ച എല്ലായിടത്തും വരുന്നു. ഹെഡിങ് 1 എന്ന സ്റ്റൈൽ ഉപയോഗിക്കാത്ത ഭാഗങ്ങളിൽ വരുന്നു. റിപ്പോർട്ടിൽ ഒരിടത്തും വരില്ല. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കാരണം നമ്മൾ ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകി, പിന്നീട് ആ ഒരു ഹെഡിങ് 1 മാറ്റം വരുത്തിയാൽ ആ ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈൽ എവിടെയൊക്കെ നൽകിയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ വരും. ഒരു ബാങ്കിന്റെ വിവിധ ശാഖകൾ തമ്മിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചുവടെ നൽകിയിരിക്കുന്നത് ഏതിൽ പെടുന്നു? വൈഫൈ ആണോ, ലൈഫൈ ആണോ, ലാൻ ആണോ, വാൻ ആണോ? ബാങ്കിന്റെ വിവിധ ശാഖകൾ, ബ്രാഞ്ചുകൾ തമ്മിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. അപ്പോൾ അത് ലാൻ ആയിരിക്കോ വാൻ ആയിരിക്കോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വാൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിന്റെ ഐക്കൺ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഓക്കെ, 2 ബിന്ദുക്കൾക്കിടയിൽ നിർവചിക്കപ്പെട്ട പാത്ത് അഥവാ പാത ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങൾ. മുകളിൽ നൽകിയ പ്രസ്താവന ചുവടെ നൽകിയ ഏത് തരം ചിത്രങ്ങൾക്കാണ് യോജിക്കുക? റാസ്റ്റർ ഇമേജസ്, PNG ഇമേജസ്, വെക്ടർ ഇമേജസ്, JPG ഇമേജസ്. ഏതാണ് ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്? വെക്ടർ ഇമേജസിനെയാണ്. ഓക്കെ, വെക്ടർ ഇമേജസ്. വെബ് ഡിസൈനിങ്ങിന്റെ ഭാഗമായി ധാരാളം പേജുകളും അവയിൽ ഉപയോഗിക്കേണ്ട ടാഗുകളും സവിശേഷതകളും തയ്യാറാക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ കോഡ് ആവർത്തനത്തെ ഫലപ്രദമായി പരിഹരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സംവിധാനത്തിന്റെ പേര്? സിമ്പിൾ ചോദ്യമാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, CSS. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. തന്നിരിക്കുന്ന HTML കോഡുകളിൽ പാരഗ്രാഫുകൾക്ക് നൽകിയിരിക്കുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് തരമാണ്? ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ബ്ലൂവും ക്ലാസ് എന്ന് പറഞ്ഞിട്ട് റെഡും കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് അവിടെ സ്റ്റൈൽ ഷീറ്റിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? എന്നിട്ട് അതിലായിരിക്കും ഇവിടെ വരേണ്ട സവിശേഷതകളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അതായത് ക്ലാസ് സെലക്ടറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് സെലക്ടറാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഓക്കെ, പൈത്തൺ പ്രോഗ്രാമിൽ ടർട്ടിലിനെ വൃത്താകൃതിയിൽ ചലിപ്പിക്കാൻ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് നിർദ്ദേശം ഉപയോഗിക്കാം? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സർക്കിൾ എന്നതാണ്. സർക്കിൾ 100. പൈത്തൺ ഗ്രാഫിക്സ് സ്ക്രീനിലെ വരകളും എഴുത്തുകളും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന നിർദ്ദേശം ഏതാണ്? അത് ഇത്രയും വേണ്ടു. ക്ലിയർ എന്ന് പറയുന്ന ഈ ഒരു നിർദ്ദേശമാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ കൊടുക്കുക, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ്, LibreOffice റൈറ്ററിൽ തയ്യാറാക്കിയ സ്കൂൾ റിപ്പോർട്ടിലെ ഒരു പദത്തിനോ വാക്യത്തിനോ ഖണ്ഡികയ്ക്കോ നൽകിയിട്ടുള്ള ഫോർമാറ്റുകൾ അതേപടി മറ്റ് പദങ്ങൾക്കോ വാക്യങ്ങൾക്കോ ഖണ്ഡികകൾക്കോ നൽകാൻ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാം? ക്ലോൺ ഫോർമാറ്റിംഗ് നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ആ ക്ലോൺ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോർമാറ്റുകൾ മറ്റൊന്നിലേക്ക് പകർത്താൻ വേണ്ടി പറ്റും. അതൊന്നാണ്. രണ്ടാമത്തത് സ്റ്റൈൽസ് ഉപയോഗിക്കാം. സ്റ്റൈൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മോഡിഫൈയും ന്യൂ സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് സ്റ്റൈൽസ് ഉപയോഗിച്ചിട്ടും ഒന്നിൽ കൊടുത്തിട്ടുള്ള ഫോർമാറ്റുകൾ വേറെയിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ ഏതെല്ലാമാണ്? RJ45, RJ11, UTP, TCP/IP, SSH. റൈറ്റ് ആൻസർ TCP/IP യും SSH ഉമാണ്. ഓക്കെ, ബാക്കിയൊന്നും നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകളല്ല.
ബഹുഭുജം വരയ്ക്കാൻ ഇങ്ക്സ്കേപ്പിൽ ഉപയോഗിക്കാവുന്ന 2 വ്യത്യസ്ത ടൂളുകൾ ഏതൊക്കെയാണ്? ക്രിയേറ്റ് സ്പൈറൽസ് ആണോ, ക്രിയേറ്റ് സ്റ്റാർസ് ആൻഡ് പോളിഗൺസ് ആണോ, ടെക്സ്റ്റ് ടൂൾ ആണോ, ഡ്രോ ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രേറ്റ് ലൈൻസ് ആണോ, ക്രിയേറ്റ് സർക്കിൾസ് ടൂൾ ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ക്രിയേറ്റ് സ്റ്റാർസ് ആൻഡ് പോളിഗൺസ് എന്ന് പറയുന്ന ടൂളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡ്രോ ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറയുന്ന ടൂളും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ലിറ്റിൽ കൈറ്റ്സിന് വേണ്ടി തയ്യാറാക്കിയ ഒരു HTML ഫയലിൽ ചുവടെ കാണുന്ന 2 നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി. ഓക്കെ, ഈ 2 നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയാകാം ഈ നിർദ്ദേശങ്ങൾ കൊടുത്തത്? നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ബോഡി സ്റ്റൈൽ, ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ. അതായത് അതിൻ്റെ ആ ഒരു ബോഡിക്ക് മുഴുവനായിട്ട്, ആ ഒരു വെബ് പേജിൻ്റെ ബോഡിക്ക് മുഴുവനായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ മഞ്ഞ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലൈന് കൊടുത്തത്. അടുത്തത് ലിങ്ക് REL സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ടെക്സ്റ്റ് CSS എന്ന് കൊടുത്തു. HREF style.css. അതായത് style.css എന്ന് പറയുന്ന ഒരു CSS ഫയൽ വേറെ ഉണ്ടാവും. ആ ഒരു ഫയലുമായിട്ട് നമ്മുടെ ആ ഒരു HTML ഡോക്യുമെന്റിനെ കണക്ട് ചെയ്യാൻ, ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ലൈന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വെബ് പേജിന് മഞ്ഞ പശ്ചാത്തല നിറം ലഭിക്കും. ഓക്കെ, അത് കറക്റ്റ് ആണ്. style.css എന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടല്ല. വെബ് പേജിലെ സവിശേഷതകൾ style.cssൽ ഉൾപ്പെടുത്തുന്നതിന് അതിലെ സവിശേഷത style.cssൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. style.cssലുള്ള സവിശേഷതകൾ വെബ് പേജിലേക്ക് കൊണ്ടുവരുന്നതിന്. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. 150 യൂണിറ്റ് നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ എത്ര വശങ്ങളുണ്ടാവും? 6 വശങ്ങളുണ്ടാവും അല്ലേ? നിർമ്മിക്കുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാമിന്റെ 3ാമത്തെയും 4ാമത്തെയും വരികൾ വിട്ടുപോയിരിക്കുന്നു. ശരിയായ നിർദ്ദേശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഇവിടെ 6 വശങ്ങളാണ് വേണ്ടത്. അതായത് ഇവിടെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ 6 തവണ റിപ്പീറ്റ് ചെയ്യണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്? 150 യൂണിറ്റ് നീളമുള്ള വശങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഫോർവേഡ് എന്ന് പറയുന്നത് 150 ആയിരിക്കണം. അത് 3ാമത്തെ വരിയായിട്ട് കൊടുക്കണം. ഇനി 4ാമത്തെ വരി എന്ന് പറയുന്നത് റൈറ്റ് 60 ആയിരിക്കണം. വാട്ട് ഈസ് അനദർ നെയിം ഓഫ് സ്റ്റൈൽ ഷീറ്റ് യൂസിങ് ഇൻ വെബ് പേജ്? സ്റ്റൈൽ ഷീറ്റിനെ ഏത് പേരിൽ കൂടി അറിയപ്പെടും? ടെംപ്ലേറ്റ്സ് എന്ന പേരിൽ കൂടി അറിയപ്പെടും. ഓക്കെ. When creating web pages using HTML, which of the following method should be used to give background color to the page in cascading style? ഏതാ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? നമുക്ക് ബോഡി എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത്തരത്തിലുള്ള ഓപ്പൺ CSS ബ്രാക്കറ്റ് കൊടുക്കണം അല്ലേ? അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ബ്രാക്കറ്റാണ് കൊടുക്കേണ്ടത്. ആ ഒരു ബ്രേസ് കൊടുത്ത് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടി കൊടുത്ത് കോളനിട്ട് വാല്യൂ കൊടുത്ത് ഒരു സെമി കോളൻ ഇട്ടിട്ട് ആ ഒരു ഓപ്പൺ CSS ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇത്തരത്തിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ. How many wires are there in the UTP cable which is used for networking of computer? UTP cable എത്ര വയർ ഉണ്ടാവും? 2 വയർ, 8 വയർ, 2 പെയർ ഓഫ് വയർ, 8 പെയർ ഓഫ് വയർ. ഇതിൽ ശരിയായുള്ളത് 8 വയറാണ്. 8 വയേഴ്സ് ഉണ്ടാവും. 4 പെയേഴ്സ് ആയിട്ടാണ് അത് ഉണ്ടാവുക. 8 വയർ ഉണ്ടാവും. ആ 8 വയർ എന്ന് പറയുമ്പോൾ 4 പെയർ ആയിട്ടാണ് ഉണ്ടാവുന്നത്. Which of the following belongs to local area network അഥവാ LAN? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ സ്കൂൾ ലാബ്. ഓക്കെ, അത് തന്നെയാണ് LAN, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ സ്കൂൾ ലാബ്. നമ്മുടെ സ്കൂളിലുള്ള ലാബിൽ ഉള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് LAN ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. While creating the pattern using Python program, which of the following instruction should be used to draw the pattern in red color and fill the space with yellow color? ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിൽ ശരിയായിട്ടുള്ളത് നോക്കുക. ഇതാ, നമുക്കറിയാം ഇതിന് ബ്രാക്കറ്റ് എന്തായാലും വേണം. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് വേണം. അതുകൊണ്ട് ഇത് രണ്ടിനും ബ്രാക്കറ്റ് ഇല്ല. അപ്പോൾ ഇത് രണ്ടും എന്തായാലും അല്ല. അത് നമുക്ക് ഒഴിവാക്കാം. ഇനി ഇത് നോക്കാം. കളർ യെല്ലോ റെഡ്, കളർ റെഡ് യെല്ലോ. നമ്മൾ ആദ്യം കൊടുക്കുന്ന കളറാണ് നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പാറ്റേൺ ഡ്രോ ചെയ്യുന്നത് റെഡിലായിരിക്കണം. എന്നിട്ട് ഫില്ല് ചെയ്യേണ്ട കളറാണ് രണ്ടാമത് കൊടുക്കേണ്ടത്. അപ്പോൾ പാറ്റേൺ റെഡിലായിരിക്കണം, ഫില്ല് ചെയ്യേണ്ടത് യെല്ലോ ആണ്. പാറ്റേൺ റെഡിൽ വരക്കണം. അപ്പോൾ വരക്കേണ്ട കളർ ആദ്യം കൊടുക്കണം. അപ്പോൾ ഇതാ റെഡ് ആദ്യം കൊടുത്തു. ഫില്ല് ചെയ്യേണ്ട കളറാണ് രണ്ടാമത് കൊടുക്കേണ്ടത്. അപ്പോൾ യെല്ലോ രണ്ടാമത് കൊടുത്തു. അപ്പോൾ ഇതാണ് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ്. Here is a Python graphics program to print a square 8 times and rotate it 40 degrees to the right each time it is printed. Line 4 and 5 are incomplete. Which of the following are the complete statements in lines 4 and 5? ഇവിടെ ഈ 3 ലൈൻസ് കണ്ടോ? ഫോർ ജെ ഇൻ റേഞ്ച് 4, ഫോർവേഡ് 100, റൈറ്റ് 90. ഈ 3 ലൈൻസ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ വരക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള സ്ക്വയർ വരക്കാൻ വേണ്ടിയിട്ട്. ആ സ്ക്വയർ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരണം എന്നുള്ളതാണ് ഇവിടെ 4i ഇൻ റേഞ്ചിൽ കൊടുക്കേണ്ടത്. നമ്മളോട് പറഞ്ഞത് 8 ടൈംസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? 8 എന്ന് കൊടുക്കണം. അതേപോലെ റൊട്ടേറ്റ് ഇറ്റ് 40 ഡിഗ്രി ടു ദ റൈറ്റ്. അപ്പോൾ 40 ഡിഗ്രി റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 40 കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? കൃത്യമായുള്ള ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം. അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. Choose the 2 correct statements from the following regarding the IP address of computers on a network under IPv4.
ഇതിൽ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ദ കോമൺ പാർട്ട് ഓഫ് ദ IP അഡ്രസ് റെഫർ ടു ദ നെറ്റ്വർക്ക്. അതാണ് ശരിയായിട്ടുള്ളത്. അതിൻ്റെ കോമൺ പാർട്ട് നെറ്റ്വർക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ദ പാർട്ട് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഇൻ ദ IP അഡ്രസ് റെഫേഴ്സ് ടു ദ കമ്പ്യൂട്ടർ. അതാണ് ശരിയായിട്ടുള്ളത്. ഈ രണ്ടെണ്ണമാണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, some instructions for creating Python graphics programs and their function are given below. Which of them are correct? Dot to color the lines അല്ല, left to draw lines അല്ല, clear യൂസ് ചെയ്യുന്നത് to completely delete the lines and text display on the screen. ഓക്കെ, ഇതൊരു ശരിയായുള്ള ഉത്തരമാണ്. കളർ to make a dot അല്ല. റൈറ്റ് RT 90 എന്ന് പറയുന്നത് അഥവാ റൈറ്റ് 90 എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ടേൺ ദ ടേർട്ടിൽ 90 degrees to the right. ഇതുമാണ് ശരിയായുള്ള ഉത്തരം. What is the size of an IP address provided as per IPv6? ശ്രദ്ധിക്കുക, IPv6 ആണ്. അപ്പോൾ 128 ബിറ്റ്സ് ആണോ, 64 ബിറ്റ്സ് ആണോ, 32 ബിറ്റ്സ് ആണോ, 8 ബിറ്റ്സ് ആണോ? IPv6 ആണെങ്കിൽ റൈറ്റ് ആൻസർ 128 ബിറ്റ്സ് ആണ്, 128 ബിറ്റ്സ് ആണ്. എന്നാൽ IPv4 ആണെങ്കിലോ 32 ബിറ്റ്സ് ആണ് വരിക. ഇവിടെ IPv6 ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ 128 ബിറ്റ്സ് ആണ് റൈറ്റ് ആൻസർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ടു ബിൽഡ് വെബ്സൈറ്റ്സ് വിത്തൗട്ട് ലേണിംഗ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്? ഓക്കെ, വെബ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. വിച്ച് ഫ്രീ സോഫ്റ്റ്വെയർ അനലൈസസ് ഡീറ്റെയിൽ ദ ടൈം സോൺസ് ഓഫ് ദ എർത്ത് ആൻഡ് മൂവ്മെന്റ് ഓഫ് സൺ? ഏതാ? QGIS ആണോ, K-ജിയോഗ്രഫി ആണോ, GeoGebra ആണോ, സൺ ക്ലോക്ക് ആണോ? റൈറ്റ് ആൻസർ സൺ ക്ലോക്ക് ആണ്. നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അല്ലേ, നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. UTP കേബിൾ ആർ കോമൺലി യൂസ്ഡ് ടു ഇന്റർ കണക്ട് കമ്പ്യൂട്ടർ ഇൻ എ നെറ്റ്വർക്ക്. ഓക്കെ, അതായത് നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UTP കേബിൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ പൂർണ്ണ രൂപം എന്താണ് ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് UTP കേബിൾ? ശരി ഉത്തരം എന്ന് പറയുന്നത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നതാണ്. ബാക്കിയൊക്കെ തെറ്റാണ് കേട്ടോ. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. What should be included at the beginning of the program when creating graphics programs using Python language? ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്നുള്ളതാണ്. ടേർട്ടിൽ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ നമ്മൾ കൊടുക്കുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും കൊടുത്തിരിക്കണം, എന്നാലേ നമുക്ക് ഗ്രാഫിക്സ് പ്രോഗ്രാംസ് പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Which of the following is a WYSIWYG HTML editor with an open source license? ഓപ്പൺ സോഴ്സ് ലൈസൻസ് ഉള്ള WYSIWYG HTML എഡിറ്റർ ഏതാണ്? സിൻഫിക് സ്റ്റുഡിയോ ആണോ, ബ്ലൂ ഗ്രിഫോൺ ആണോ, ലിബ്രോഫിസ് ഇംപ്രസ് ആണോ, സൺ ക്ലോക്ക് ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്ലൂ ഗ്രിഫോൺ ആണ്. റൈറ്റ് ആൻസർ ബ്ലൂ ഗ്രിഫോൺ. Which of the following features will be the web page have when the cascading style in the image are used in it? ഇതാ ഇവിടെ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം. പാരഗ്രാഫിന് ഇവിടെ P കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാരഗ്രാഫിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബ്ലാക്ക് വരും, കളർ വൈറ്റ് ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആണ്, കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് പാരഗ്രാഫ് വിൽ ബി ബ്ലാക്ക്. അതെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ പാരഗ്രാഫ് ബ്ലാക്ക് ആണ്. ഓക്കെ, ഇനി ഹെഡിങ്സ് വിൽ ബി വൈറ്റ്, ഹെഡിങ് വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് ഹെൽപ്പ് യു ടു ഇൻക്ലൂഡ് ടെക്സ്റ്റ് ഇൻ സിൻഫിക് സ്റ്റുഡിയോ? ഇത് നമുക്ക് ടൂൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇതാ ഈ A എന്ന് പറയുന്ന ടൂളാണ് ഉപയോഗിക്കുന്നത്. Which mode in Synfig Studio does the red color button in the given image indicate? ഇത്തരത്തിൽ ഒരാളിതാ റെഡ് കളറിൽ ഓടിപ്പോകുന്നുണ്ട് അല്ലേ, ഓടിപ്പോകുന്നത് ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ മനസ്സിലാക്കിക്കൊള്ളണം, എനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ആണ്. ഓൺ ആയതുകൊണ്ടാണ് ചങ്ങായി ഓടുന്നത്. ഓക്കെ, അത്തരത്തിൽ ആലോചിക്കുക. എനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ആണ്. റൈറ്റ് ആൻസർ എനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ. അത് ചുവപ്പ് നിറത്തിലാണ് കാണാൻ പറ്റുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഷ്യൽ മീഡിയ വിത്ത് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം? ട്വിറ്റർ ആണോ, ഡയാസ്പറയാണോ, വാട്സപ്പ് ആണോ, ഫേസ്ബുക്ക് ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡയാസ്പറയാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള 4 സോഷ്യൽ മീഡിയ തന്നെയാണ്. എന്നാൽ ഡയാസ്പറ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിവരവിനിമയ സങ്കേതമാണ്, അഥവാ ഒരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. Which of the following websites can be used in the internet to share a video we have made? നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് IRCTC ആണോ, വിക്കിമാപ്പി ആണോ, ബേർഡ്സ് ഓഫ് ഇന്ത്യ ആണോ, Vimeo ആണോ? റൈറ്റ് ആൻസർ vimeo.com. ഓക്കെ, ബാക്കിയൊന്നുമല്ല, Vimeo ആണ്. In which of the following is a data collected in a database? ശ്രദ്ധിക്കുക, ഒരു ഡാറ്റാബേസിനകത്ത് നമുക്ക് ഡാറ്റകൾ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ടേബിൾസിലാണ്. ഓക്കെ, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ടേബിൾസ് ആണ്. ഒരു ഡാറ്റാബേസിൽ നമുക്ക് ഒന്നിലധികം ടേബിളുകൾ തയ്യാറാക്കാൻ പറ്റും. ഒരു ടേബിളൊന്നുമല്ല, ഒന്നിലധികം ടേബിളുകൾ നമുക്കൊരു ഡാറ്റാബേസിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഈ ഡാറ്റാബേസിലെ ഡാറ്റകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ടേബിളുകളിലായിട്ടാണ്. എ ഡാറ്റാബേസ് ഫോർ ദ പേർപ്പസ് ഓഫ് സ്കൂൾ സ്റ്റോർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങളോട് പറഞ്ഞത് വൺ ഓഫ് ദ ഫീൽഡ് ടൈപ്പ് ഈസ് ഇൻകറക്റ്റ്. ഇതിലേതൊന്ന് ഇൻകറക്റ്റ് ആണ്. വിച്ച് ഓഫ് ദ റോങ് ഫീൽഡ് ടൈപ്പ്? ഇതിലേതാണ് തെറ്റായിട്ടുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഐറ്റം കോഡ്, അതിൻ്റെ ഫീൽഡ് ടൈപ്പ് എപ്പോഴും
നമ്പർ ന്യൂമറിക് ആയിരിക്കണം. അതെ, അതൊരു ഐറ്റം കോഡ് എന്ന് പറയുമ്പോൾ അതിപ്പോഴും ഒരു ന്യൂമറിക് ആയിരിക്കും. നെയിം ഓഫ് ദ ഐറ്റം ടെക്സ്റ്റ് വാർക്കർ. ഓക്കെ, ഒരു ഐറ്റത്തിന് നെയിം എപ്പോഴും ടെക്സ്റ്റ് അഥവാ നെയിം എപ്പോഴും ടെക്സ്റ്റ് ആയിട്ടാണ്, വാർക്കർ ആയിട്ടാണ് ഫീൽഡ് ടൈപ്പ് കൊടുക്കേണ്ടത്. പ്രൈസ് എന്ന് പറയുമ്പോൾ അത് ഇമേജ് ആയിരിക്കുമോ? അല്ലാലോ. അപ്പോൾ തെറ്റെന്ന് പറയുന്നത് ഇതാണ്. അടുത്ത ഡേറ്റ് ഓഫ് പർച്ചേസ്, അത് ഡേറ്റ് ആണ് ഫീൽഡ് ടൈപ്പായി കൊടുത്തിട്ടുള്ളത്, അത് കറക്റ്റ് ആണ്. അപ്പോൾ തെറ്റെന്ന് പറയുന്നത് പ്രൈസ് ആണ്. ഇതാണ് ഇതിലെ ശരിയായിട്ടുള്ള ആൻസർ. ദ ഇമേജസ് ഗിവൺ ഷോൺ എ പൈത്തൺ പ്രോഗ്രാം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ക്വയർ വരയ്ക്കാനുള്ള പൈത്തൺ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് റൺ ചെയ്തപ്പോൾ സിൻറ്റാക്സ് എറർ, ഇൻവാലിഡ് സിൻറ്റാക്സ് എന്ന് കാണിച്ചു. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായത്? ഏത് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായത് കൊണ്ടാണ് ഇത്തരത്തിൽ സിൻറ്റാക്സ് എറർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചത്. അപ്പോൾ ഏതാ നമുക്ക് നോക്കാം. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റാർ, ഇതിൽ തെറ്റൊന്നുമില്ല. ഫോർ ഐ ഇൻ റേഞ്ച് 4, ഇതിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തെറ്റില്ലാത്ത പോലെ തോന്നും. പക്ഷെ ശ്രദ്ധിക്കുക, ഇവിടെ 2 കുത്ത് വേണം, അതായത് ഒരു കോളൺ വേണം അല്ലേ, ആ കോളൺ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ലൈനാണ് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്. കോളൺ ഇവിടെ ഇട്ടില്ലെങ്കിൽ സിൻറ്റാക്സ് എറർ എന്ന് കാണിക്കും. അപ്പോൾ റൈറ്റ് ആൻസർ ഫോർ ഐ ഇൻ റേഞ്ച് 4, ഈ ഒരു ലൈനിലാണ് തെറ്റുള്ളത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് തെറ്റുള്ളത്. What is the name of the templates used to avoid repetition of codes defining styles while creating web pages? നമുക്കറിയാം CSS. Right answer CSS. Which of the following is not a network protocol? TCP/IP, HTML, SMB, SSH. ഇതിൽ HTML എന്ന് പറയുന്നത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതിന്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ HTML ഒരു നെറ്റ്വർക്ക് പ്രോട്ടോകോൾ അല്ല. ബാക്കി പറയുന്ന ഈ 3 എണ്ണവും നെറ്റ്വർക്ക് പ്രോട്ടോകോളുകളാണ്. Which facility in the export window in Inkscape software should be used to obtain a PNG file containing all images drawn in the canvas? ക്യാൻവാസിൽ വരച്ചിരിക്കുന്ന എല്ലാ ഇമേജിനെയും ആണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കേണ്ടത്. അതിന് നമ്മൾ എടുക്കേണ്ടത് പേജ് ആണോ, സെലക്ഷൻ ആണോ, ഡ്രോയിങ് ആണോ, കസ്റ്റ് ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്. On what basis is each record identified in a database? ഡാറ്റാബേസിൽ നമ്മൾ ടേബിളുകളിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുമ്പം അതിലെ ഓരോ റെക്കോർഡും, ഓക്കെ, ഓരോ റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റോയും തിരിച്ചറിയുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് ബേസ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഏതാ? റൈറ്റ് ആൻസർ പ്രൈമറി കീ ആണ്. പ്രൈമറി കീയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റാബേസിലുള്ള ടേബിളിലെ ഓരോ റെക്കോർഡിനെയും നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ, ഈ പ്രൈമറി കീയുടെ വാല്യൂ എന്ന് പറയുന്നത് യുണീക്ക് ആണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കീയുടെ വില എന്ന് പറയുന്നത് അനന്യമാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. Who was the first to call upon programmers around the world to replace proprietary software with free software? ആരാണ് ആ വ്യക്തി? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ. ഈ വ്യക്തി തന്നെയാണ് ഇഗ്നു പ്രോജക്റ്റ് സ്ഥാപിച്ചത്. Which of the following file system is commonly used to install Linux operating system? Linux operating system ആണ് right answer ext4. What is the name of the technique in which the software automatically completes the frames in between the first and last frame in Synfig Studio? Synfig Studioയിൽ നമ്മൾ ഫസ്റ്റ് ഫ്രെയിമും ലാസ്റ്റ് ഫ്രെയിമും കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ഫ്രെയിമുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അതിന് ഏത് പേരിൽ അറിയപ്പെടും? ആ ഒരു ടെക്നിക്കിനെ ട്വീനിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ട്വീനിങ് ഇസ് ദ റൈറ്റ് ആൻസർ. മലയാളത്തിലും ട്വീനിങ് എന്ന് തന്നെയാണ് പറയാം. വിച്ച് ടൈപ്പ് ഓഫ് ദ കേബിൾ ഈസ് ഷോൺ ഇൻ ദ ഇമേജ്? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഏത് കേബിളാണ്? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാണ് അത് UTP കേബിളാണ്. UTP കേബിൾ ശ്രദ്ധിക്കേണ്ട കാര്യം 8 വയറുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 വയറുണ്ട്. ആ 8 വയർ അത് പെയർ ആയിട്ടാണുള്ളത്. 4 പെയർ ആയിട്ടാണ് 8 വയറുകൾ കൊടുത്തിട്ടുള്ളത്. ആ കാര്യം കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, ചിത്രത്തിൽ കാണുന്നത് റൈറ്റ് ആൻസർ UTP കേബിളാണ് ചിത്രത്തിലുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വെക്ടർ ഇമേജ് ഫയൽ ഫോർമാറ്റ്? PNG ആണോ, JPG ആണോ, SVG ആണോ, XCF ആണോ? വെക്ടർ ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ SVG ആണ്. SVGയുടെ പൂർണ്ണരൂപം എന്താ? സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ്. ഓക്കെ, 4 objects, one on top of other, are drawn on a canvas in Inkscape. Which option is used to bring the object at the bottom to the top? Bottom to the top. Raise ആണോ, ലോവർ ടു ബോട്ടം ആണോ, റേസ് ടു ടോപ്പ് ആണോ, ലോവർ ആണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും താഴെയുള്ള ഒരു ഒബ്ജക്റ്റിനെ ഏറ്റവും മുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് റേസ് ടു ടോപ്പ് ആണ്. റൈറ്റ് ആൻസർ റേസ് ടു ടോപ്പ് ആണ്. റേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? തൊട്ട് മുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ലോവർ ടു ബോട്ടോ ഏറ്റവും മുകളിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഏറ്റവും താഴെ എത്തിക്കാൻ. ഇവിടെ 4 ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ലോവർ ഉപയോഗിക്കുന്നത് എന്തിനാ? തൊട്ട് താഴെ. ഇവിടെ നമുക്ക് 4 ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും താഴെയുള്ളതിനെ, ബോട്ടം ഉള്ളതിനെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റേസ് ടു ടോപ്പ് ആണ് ഉപയോഗിക്കേണ്ടത്. Who proposed the idea of cascading style to avoid code repetition in web page creation? ആരൊക്കെയാ? 2 പേര് ചേർന്നിട്ടാണ്. നേരത്തെയും നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ആരാ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാങ്കോം വിയോംലിയും ബേർട്ട് ബോസും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ നിങ്ങളുടെ IT പബ്ലിക് എക്സാമിന് ഹെൽപ്ഫുൾ ആകുന്ന പ്രാക്ടിക്കൽ തിയറി വീഡിയോകൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.